എന്തായാലും നമ്മളെ ഷോപ്പ് ഓപ്പൺ ചെയ്യാം. കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ആൾക്കാരെത്തി. കച്ചവടം 1000-ൽ തുടങ്ങിയ കച്ചവടം ഇപ്പോൾ 2000-ൽ എത്തിയിട്ടുണ്ട്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. പുതിയൊരു വെടിക്കെട്ട് പടകം ഷോപ്പുമായിട്ടാണ് നമ്മൾ വന്നത്. അതായത് വിഷുവോടനുബന്ധിച്ച് നമ്മൾ പടകം ഷോപ്പ്, അതായത് ആലോചിച്ച് എങ്ങോട്ടാ വേണ്ട എൻ്റെ മക്കളെ, നമ്മൾ കാര്യത്തുനിന്ന് വൈദ്യ മാറുന്നു. നമ്മൾ പുതിയൊരു പീഡിയ വാങ്ങി, ഷോപ്പ് വാങ്ങി, ഫയർ വർക്ക് ഷോപ്പ്. ഇതിൻ്റെ പേരൊന്നും നമ്മൾ മാറ്റുന്നില്ല. ഇത് അടിപൊളി ലുക്കുള്ളതുകൊണ്ട് നമ്മൾ പേരങ്ങത്തിന് വെക്കുന്നു. സോ നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് പോവാം. എന്തൊക്കെയാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞാൻ ഓൾറെഡി ഷോപ്പിൽ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോൾ വളരെ വളരെ കുറവാണ്. അവിടെ വെക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. സാധനം നമുക്ക് മുകളിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് അവിടെ സ്റ്റോക്ക് ചെയ്യാം. അതൊക്കെ അവിടെ കച്ചവടം അതൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വിഷുവോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് പടക ഷോപ്പ് ആൾക്കാരൊന്ന് കസ്റ്റമേഴ്സൊക്കെ ഇപ്പോൾ എത്തും. ഞാൻ സാധനങ്ങളൊക്കെ ലേശം ഇപ്പം കുറച്ചേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാൻ വിചാരിച്ച് കുത്തിരിക്കുകയാണ്. എവിടെ കമ്പ്യൂട്ടർ എവിടെയാ? ചെക്ക് എന്തെല്ലാം സാധനം ഉള്ളത്? എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. കിങ്സ് റോയൽ, അതായത് മറ്റേ ബോംബില്ലേ നമ്മളെ എന്താ പറയുക, ബീഡിപ്പടകം, റെഡ് ചില്ലി, അത് സാധനം. പിന്നെ മേലെ പോയി പൊട്ടുന്ന അത് പറഞ്ഞൂടാ. അപ്പോൾ മേലെ പോയി പൊട്ടുന്നുണ്ട്. പിന്നെ അങ്ങനെ പല സൈസ് മോഡലുണ്ട്. എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും കച്ചവടം പൊളിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മൾ നല്ല നല്ല സാധനങ്ങൾ നോക്കി ഓർഡർ ചെയ്യട്ടെ. 71 ഓർഡർ, 121 ഓർഡർ കൊടുത്ത്, പിന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 3 സാധനത്തിനാണ് നമ്മൾ ഓർഡർ കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. പോയി നോക്കട്ടെ ഇനി എന്താ അവസ്ഥ എന്നൊക്കെ. പെട്ടി പാക്ക് ചെയ്യണം. വേം ബാ. ഇവിടെ നിന്നെല്ലാം കാലിയാ? അല്ല, ഇവിടെ ഉണ്ട്. അവിടെ വെച്ചുകൂടാ. മേലത്തെ അവസ്ഥ എന്താ? മേലെ വെക്കാൻ പറ്റുമോ? മേലെ പടകമൊന്നുമില്ലല്ലോ, പിന്നെന്താ വെക്കാൻ പറ്റാത്തേ? തൽക്കാലം അത് അവിടെ വെക്കട്ടെ. ആൾക്കാർ വരുന്നത് എല്ലാം കുറവാണ്. കച്ചവടം എന്തായാലും വളരെ ഡള്ളാണ്. പടകപ്പീടിയ നല്ല ഡള്ളാണെന്നാണ് ഞാൻ വിചാരിച്ച് വന്നത്. പക്ഷേ സംഭവം അതല്ല. സത്യമായിട്ടും നല്ല കച്ചവടമാണ്. സൂപ്പർ മാർക്കറ്റിനെക്കാട്ടി അടിപൊളി കച്ചവടമാണ് പടകപ്പീടിയയിലുള്ളത്. അതുകൊണ്ട് ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്തായാലും വിഷുവിൻ്റെ 2 ദിവസത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആ ബാങ്കിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്. നമ്മൾ പറഞ്ഞതാണല്ലോ ഓൾറെഡി. ഈമിലൊക്കെ ചവിട്ടി പോയിക്കണ്ട തമാശ ആയിക്കില്ല. പൈസ കൊടുത്ത് വാങ്ങുന്ന പോരായിട്ട് ഓരോരുത്തന്മാരിങ്ങനെ ചവിട്ടി കളിക്കുക. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഇവിടെയാണ് രസമുള്ളത്. പെട്ടി തുറന്നതിന് ശേഷം ഇവിടെ ഇത് ബഗ്ഗായിട്ട് ഒന്നല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ലക്ഷം ഒന്ന് എന്താ പറയുക, ഒരു കുടുങ്ങിയ കളി. ഇത് ആ വീഡിയോൻ്റെ തന്നെ ഗെയിമിൻ്റെ തന്നെ പ്രശ്നമാണ്, അല്ലാണ്ട് ബഗ്ഗിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ പോയി എവിടെയാണ് വെക്കണ്ടേ? മേലെ ഇവിടെ വെച്ചാലോ? എന്തു പറയുന്നു? ഈ ഒരു ഏരിയയിൽ മാത്രം പടകമൊന്നും വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്താ അങ്ങനെ? അവിടെ വെച്ചുകൂടാ? അപ്പോഴത്തേക്ക് എല്ലാ റോവും കുടുങ്ങിപ്പോയി. വെക്ക അങ്ങനെ ഉണ്ടല്ലേ. പച്ച കത്തണം എന്നില്ല, നമുക്ക് അവിടെ വെക്കാൻ പറ്റുമോ? ഇതറിയെങ്കിൽ പിന്നെ നേരത്തെ ഞാനൊരു 5-6 പടകം വേറെ വാങ്ങിയാലേനു. എന്തായാലും നമ്മളെ ഷോപ്പ് ഓപ്പൺ ചെയ്യാം. കസ്റ്റമേഴ്സ് വരട്ടെ. ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ പെത്തുണ്ടാവും. ഓൾറെഡി നമ്മൾ വാങ്ങിയത് എന്തെല്ലാണെന്ന് ചോദിച്ചാൽ
എന്തെല്ലോ വാങ്ങിയിട്ടുണ്ട്. മേലെ പോയി പൊട്ടുന്നുണ്ട്, താഴേന്ന് പൊട്ടുന്നുണ്ട്. എല്ലാത്തിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കൂട്ടട്ടെ. മാക്സിമം പ്രൈസ് നമ്മളൊരു മിനിമം പ്രൈസിൽ ഇട്ട് വെക്കണം. സെയിലായിട്ടുണ്ട്. സെലക്ട് പ്രൈസ്. നല്ലൊരു കച്ചവടത്തിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് വേണ്ടേ. ഇത് ഓൾറെഡി ഫിക്സ്. കോസ്റ്റ് പ്രൈസ് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കര ഡള്ളാണ് ചേച്ചി. ഇതിൻ്റെ പ്രോഫിറ്റും നമ്മൾ ലേശോടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ആൾക്കാരെത്തി. ഇതാ വന്ന് ഇതാ എത്തിപ്പോയി. എന്തൊക്കെയാണ്? 2 ഗുണ്ട് 144.96. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്തത്? ടാങ്കോ എണ്ണയോ വെളിച്ചെണ്ണയോ? 125.70. 125.70. ഓക്കെ, അടുത്ത ക്യാഷ് എത്ര തിരിച്ചു കൊടുക്കണം? 70.1 ഓക്കെ. ഹാവ് എ നൈസ് ഡേ. ATM കാർഡ് 125.70. അമേരിക്കയിലൊക്കെ 2 പടക്കം വാങ്ങിക്കണ്ടെങ്കിൽ ഒരു 100 റുപ്യയിലധികമാവുന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ സാധനം വാങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 10 റുപ്യേൻ്റെ പൊട്ടാസ് അടക്കം കിട്ടും. ഇതൊക്കെ എന്താണ് ഇത്? ആരോട് ചോദിക്കുന്നു? 99.93. ഓക്കെ, അടുത്ത ആൾ. ചേച്ചി ഇങ്ങനെ ചേച്ചിക്ക് പേടിയായിട്ടാന്ന് തോന്നുന്നു ഒറ്റൊന്ന് വാങ്ങിപ്പോന്ന്. എന്താ പറയുക? 72 കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 141.44. 138.69. ഓക്കെ, ഇനി എന്താ ഉള്ളത്? 1.16. ഓക്കെ, എത്രയാ? 156.93. ഓക്കെ, 1.17. ഓക്കെ, അടുത്ത ആൾ വരൂ. കച്ചവടം 1000-ൽ തുടങ്ങിയ കച്ചവടം ഇപ്പോൾ 2000-ൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ പ്രോഫിറ്റാണ്. ഇപ്പോൾ പടകപ്പീടിയ മോശമല്ല, കച്ചവടം നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ സാധനം നമ്മൾ കൊണ്ടാച്ച സാധനം എല്ലാം തീർന്നു തോന്നുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്രാക്കിലെല്ലാം ഇതൊന്നും വിൽക്കാൻ പറ്റുന്നതാണോ? ഇതെന്താ കാഴ്ചക്ക് വെച്ചത്? അതല്ലോ കാഴ്ചക്ക് വെച്ചാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടക്കില്ലല്ലോ. സോ നമ്മൾ ഇനി ഒരു കച്ചവടം കൂടെ നടത്തിയിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒരു ചെറിയൊരു കച്ചവടം നടത്തി നോക്കാം. സാധനം നോക്കട്ടെ എന്തൊക്കെ ഉണ്ട് ഓർഡർ ചെയ്യാൻ. ഏതോ 2 സാധനം എത്തിക്കില്ല എന്ന് തോന്നുന്നു. ഡെലിവറി ആയിക്കോ? ഇല്ലല്ലോ. പൊട്ടിക്കാൻ പറ്റിയ ഏതൊക്കെ സാധനം? ആകെ ഇത്ര സാധനമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങിയേക്കാം. ഒരു 4-5 സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പോയി നോക്കട്ടെ. അതിപ്പോൾ എത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. എത്തിയിട്ടുണ്ട്. ഓപ്പൺ ആ പീടിയ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. ഞാൻ കടന്നില്ല. ഞാൻ പുറത്ത് കണ്ട് വേഗം വീഡിയോ കിട്ടുക. ഇതെന്താ ഇത്? തമാശക്കില്ലേ വെച്ച് എല്ലായിടത്തും വലിച്ചം കറിഞ്ഞാലും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. അപ്പോൾ ഇത് ഇവിടെ വെക്കാം. ഓക്കെ, മേലെ പോയി പൊട്ടുന്ന ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതതിലിട്ട്. ഇനി അടുത്തത് ഇതെന്താ? ഇതെന്ത് പടക? തുറന്നു നോക്കട്ടെ. ഇതെന്ത് കിറ്റോ? പടകത്തിൻ്റെ കിറ്റാന്ന് തോന്നുന്നുണ്ട്. ഇത് കുറേ ചെറിയ നമ്മളെ എന്താ പറയുക, കത്തിച്ചാൽ നല്ല അങ്ങനെ രസത്ത് കത്തുന്ന റാട്ട് പോലത്തെ മോഡലൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെയൊക്കെ കിറ്റാന്ന് തോന്നുന്നുണ്ട്. അത് മത്താപ്പൂത്തിരി
കച്ചവടം നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. പടകപ്പീടിയ ഇപ്പോൾ പൊളിക്കുന്നുണ്ട്, മോശമല്ല, വെറുതെ അല്ല. വിഷുവിനൊക്കെ നല്ല കച്ചവടം പടകക്കാർക്ക്, സീസണല്ലേ. സാധനങ്ങൾ മാറി തുറക്ക്. ഇതിൽ AI പക്ഷെ പവർ പോരാ. മറ്റേ സൂപ്പർ മാർക്കറ്റിലെ ആൾക്കാരെ കൊണ്ടുവന്ന പോലെയല്ല, ഇവിടുത്തെ AI ലക്ഷോടെ ഒരു പവർ ആവശ്യമുണ്ട്. ഇവിടെയാണ് കൊണ്ടിടുക. ഓക്കെ, എടുത്തോ. ആ, കിട്ടിയിട്ടുണ്ട്. പോ. ഹലോ, ഇനി ഇത് ഇവിടെ വെക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തത്. ഇനി ഇത് വെച്ചൊന്ന് കച്ചവടം ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നോക്കാം. കഴിഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ലാഭം കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെറും സ്റ്റിക്കറാട്ടോ. നിങ്ങൾ കാണുന്ന പോലെ മൊത്തം പടകമൊന്നുമില്ല, വെറും സ്റ്റിക്കർ മാത്രം. ആൾക്കാർ വരുന്നുണ്ട് എന്ന് തോന്നുന്നൊന്നുമില്ല. വരുമോ അല്ല എന്നെ പറ്റിക്കുമോ? പൈസ മുടക്കി സാധനം വാങ്ങിയിട്ട് അവസാനം പണിയാവുമോ? ഇത്രയും സാധനമൊക്കെ വാങ്ങി വെച്ചതാടാ, കണ്ടില്ലേ? ഇതിൻ്റെ പ്രൈസ് എത്രയാ? ടോട്ടൽ പ്രൈസ് ഫുള്ളാണ്. ഇതിൻ്റെ പ്രൈസ് പ്രോഫിറ്റ് നമുക്ക് വിചാരിച്ച പോരാ. നമ്മളെല്ലാത്തിൻ്റെയും പ്രോഫിറ്റ് കുറച്ചൊന്ന് അധികമാക്കണം. മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന പൈസേനേക്കാൾ കുറച്ചുകൂടി പൈസ കൂട്ടി. ഇതൊക്കെ പ്രൈസൊക്കെ റെഡി. ആൾക്കാർ വന്നിട്ടുണ്ട്. ചേച്ചി എന്താണ് നിങ്ങളടുത്ത് പറയൂ. 125 146 1 2 46. ഓക്കെ, ഇതെന്താളി ചുമ്മണിയോ? അതാ ഞാനും ആലോചിക്കുന്നത്, അതെന്ത് പടകാളി? അത് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പോലത്തെ പടവോ? എന്ത് പടകാന്ന് എനിക്കും മനസ്സിലാക്കില്ല. $13. ഓക്കെ, കച്ചവടം ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല. 1.58 58. ഓക്കെ, ആരുമില്ലേ? വരുന്നുണ്ട്, സഞ്ജീവ് കൊണ്ട് വരുന്നുണ്ട് പടകന്മാൻ. ഹലോ, സാധനമൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇത്ര പെട്ടെന്ന് എടുത്താ? ഇത് മതി ഏട്ടാ, അധികം സാധനമൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് കച്ചവടം വളരെ കുറവാണ്. 61. അടുത്ത ആൾ വരുന്നുണ്ട് സഞ്ജീവും കൊണ്ട്. ഇവരെന്താണ് ഇത്രക്കാരെടുക്കുന്നത്? എല്ലാവർക്കും ഈ ഒറ്റ സാധനം മതി. 76.82. കച്ചവടം ലോസാവുമോ? എനിക്കതൊരു പേടിയുണ്ട്. ഹലോ ചേച്ചി, ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നൂടെ? പേടി. ആള് വരുന്നുണ്ട്. സാധനം എല്ലാം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. മിക്ക ചാൻസ്. ചേച്ചിക്ക് എന്താണ്ട് ഇത് 2. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ റെഡിയാക്കി തരാം. 145.42 ഓക്കെ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ അടുത്തത് ചേട്ടൻ. ബ്രോൻ എന്താ? അമ്മോ പൈസക്കാരനാണല്ലേ. 36. ഓക്കെ, നെക്സ്റ്റ് 1 2 1.56. ഹലോ, 2000 ഉറുപ്പ്യ നമുക്കിപ്പോൾ ഫണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റാണ് നമുക്ക് ഇന്നത്തെ കച്ചവടത്തിൽ ഉണ്ടായത്. നല്ല പ്രോഫിറ്റുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല, സാധനം അത്ര വിറ്റ് പോവില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇതെന്താ തനിയെ ഇങ്ങോട്ട്? എടേ ഞാനിന്ന് പോട്ടടേ.
ആരും വന്നില്ലല്ലോ കച്ചവടത്തിലാ. ഞാൻ വിചാരിച്ച ആരും വന്നില്ലെന്ന്. അപ്പോൾ 0 1.82 അല്ലേ? 1.82.1 $1, 2, 3 കച്ചവടം നടക്കുന്നുണ്ട്. 1.28. ഓക്കെ, അടുത്ത ആൾ വരും. അയ്യോ, ഷെൽഫ് അങ്ങ് കാലിയായി കളാം. എന്നാൽ പിന്നെ ഈ വീഡിയോ എനിക്ക് വൈൻഡപ്പ് ചെയ്യാം. 136.03. അല്ല പിന്നെ അത് വെറുതെ വായിലുള്ള കിട്ടി. കഴിഞ്ഞോ? ഇത്ര ആളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. കട അടയ്ക്കാൻ ടൈമായി. എന്തായാലും ക്ലോസ് ചെയ്യാം. സാധനങ്ങൾ വന്നോട്ടെ. അപ്പോൾ ഇടിച്ചാൽ ഞാൻ കൊല്ലുഞ്ഞേ നിന്നെ. നമ്മുടെ വീട് ഇതാണ്. അപ്പോൾ ഏവർക്കും വിഷു ആശംസകളോടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓക്കെ, ബൈ.